പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോമ്പുകാല യാത്രയുടെ 6-ാം ദിനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കുന്നത് ബൈബിളിലെ ഏറ്റവും മനോഹരമായ കഥയാണ്. ധൂർത്തപുത്രന്റെ ഉപമ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 24 വരെയുള്ള വചനങ്ങൾ. തുടങ്ങുന്നതിന് മുമ്പ് ഒരു കൊച്ചു കഥ. ഒരിക്കൽ ഒരച്ഛനും മകനും പിണങ്ങി. മകൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി. കുറേ നാളുകൾക്ക് ശേഷം മകന് തിരിച്ചു വരണമെന്ന് തോന്നി. അവൻ അച്ഛനൊരു കത്തെഴുതി, അച്ഛാ, എന്നോട് ക്ഷമിക്കുമെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുമ്പിലെ മരത്തിൽ ഒരു വെള്ളത്തുണി കെട്ടണം. വെള്ളത്തുണി ഉണ്ടെങ്കിൽ ഞാൻ മടങ്ങി വരാം. പേടിയോടെ മകൻ വീടിനടുത്തെത്തിയപ്പോൾ കണ്ടത് അത്ഭുതകരമായ കാഴ്ചയാണ്. ആ മരം മുഴുവൻ വെള്ളത്തുണികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പൻ മകനോട് പറഞ്ഞു, നീ ഒരു തുണി കാണാതിരിക്കുമോ എന്ന് പേടിച്ചാണ് ഞാൻ മരം മുഴുവൻ വെള്ളത്തുണി കെട്ടിയത്. ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം. ഈ വചനത്തിൽ നിന്ന് 3 കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് പകർത്താം. ഒന്നാമത്തെ കാര്യം, തിരിച്ചറിവിൻ്റെ നിമിഷം, ദ മൊമെൻ്റ് ഓഫ് റിയലൈസേഷൻ. അവന് സുബോധമുണ്ടായപ്പോൾ എന്നാണ് വചനം പറയുന്നത്. നമ്മൾ തെറ്റായ വഴിയിലാണെന്ന് തിരിച്ചറിയുന്നതാണ് മാറ്റത്തിൻ്റെ ആദ്യത്തെ പടി. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് വഴിതെറ്റിയതെന്ന് ചിന്തിക്കാൻ ഈ നോമ്പുകാലം സഹായിക്കട്ടെ. ഇന്ന് അല്പനേരം കണ്ണടച്ചിരുന്ന് ചിന്തിക്കാം. എൻ്റെ ഉള്ളിലെ സമാധാനം കളയുന്ന ആ ദൂരദേശം ഏതാണ്? അതിൽ നിന്നും മടങ്ങി വരാൻ സമയമായി. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ഓടി വരുന്ന സ്നേഹം, ഗോഡ്സ് റണ്ണിങ് ലവ്. മകൻ ദൂരത്ത് വെച്ചു തന്നെ അപ്പൻ അവനെ കണ്ടു, ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അവൻ മാപ്പ് ചോദിച്ചു. തീരുന്നതിനു മുമ്പേ അപ്പൻ അവനെ ചുംബിച്ചു. ദൈവം നമ്മുടെ തെറ്റുകളുടെ ലിസ്റ്റ് നോക്കിയല്ല, മറിച്ച് നമ്മുടെ വരവ് നോക്കിയാണ് കാത്തിരിക്കുന്നത്. ഞാൻ അത്ര നല്ലവനല്ല, പ്രാർത്ഥിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് കരുതി മാറി നിൽക്കരുത്. നിങ്ങൾ ഒരു ചുവട് വെച്ചാൽ 10 ചുവട് മുന്നോട്ട് ഓടി വരുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. മൂന്നാമത്തെ കാര്യം, ആഘോഷമാക്കാം ഈ മടക്കയാത്ര. സെലിബ്രേറ്റ് ദ റിട്ടേൺ. അപ്പൻ മകന് മോതിരവും വസ്ത്രവും നൽകി വലിയ വിരുന്നൊരുക്കി. നോമ്പ് എന്ന് പറയുന്നത് വെറുമൊരു സങ്കടക്കാലമല്ല, മറിച്ച് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിൻ്റെ സന്തോഷമാണ്. ഇന്ന് ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധമൊന്ന് പുതുക്കി നോക്കൂ. ആ സന്തോഷമാണ് യഥാർത്ഥ നോമ്പ്. മടങ്ങി വരാം, കം ബാക്ക്. ദൈവസ്നേഹമറിയാം, എക്സ്പീരിയൻസ് മേഴ്സി. സ്നേഹം പങ്കുവയ്ക്കാം, സെലിബ്രേറ്റ് ലൈഫ്. ഈ ലെൻറ്റ് 50 ദ ജേർണി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. സ്നേഹത്തിൻ്റെ ഈ സന്ദേശം നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാനും മടിക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.